വാർഷികാഘോഷ ചടങ്ങുകൾക്ക് അധ്യക്ഷം വഹിക്കുന്ന റവറൻഡ് സിസ്റ്റർ ലിറ്റിൽ ഫ്ലവർ SIC, ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തിയ ഫാദർ വർഗീസ് പണ്ടാരംകുടി, സ്വാഗതം ആശംസിച്ച സിസ്റ്റർ സ്റ്റാർലിറ്റ് SIC, ഏറെ ബഹുമാന്യനായ പോൾ മാസ്റ്റർ, വേദിയിലായിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികൾ, ഏറ്റവും സ്നേഹം നിറഞ്ഞ ഈ സ്കൂളിലെ പ്രതിഭകളായ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ, അനധ്യാപകർ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് ഈ സ്കൂളിൻ്റെ വാർഷികാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അതിലേറെ അഭിമാനത്തോടു കൂടി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ഗണിതശാസ്ത്ര ക്ലബിൻ്റെ ജില്ലാതലത്തിലുള്ള ചാർജ് ഏറ്റെടുത്ത അന്നു മുതൽ തന്നെ കൃത്യമായി നമ്മുടെ ജില്ലയിലെ സ്കൂളുകളുടെ ഗണിതശാസ്ത്ര മേളയിലെ വിജയങ്ങൾ, റിസൾട്ടുകൾ കൃത്യമായി വിലയിരുത്തലുകൾ നടത്താറുള്ള ഒരാളാണ് ഞാൻ. മറ്റേത് ജില്ലാ സെക്രട്ടറിയെ പോലെ തന്നെ സംസ്ഥാന തലത്തിൽ നമ്മുടെ സ്വന്തം ജില്ല മികച്ച വിജയം കൈവരിക്കണം, ആദ്യത്തെ സ്ഥാനങ്ങളിൽ എത്തണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന ആൾ കൂടിയാണ് ഞാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ചില വർഷങ്ങളായി BCGHS ജില്ലാതലത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ മികച്ച വിജയങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, എങ്ങനെയാണ് ഇത്രയധികം കുട്ടികളെ ഒരു സ്കൂളിൽ നിന്ന് ജില്ലാതല ഗണിതശാസ്ത്ര മേളയിലേക്ക് എത്തിക്കാനായിട്ട് ഈ സ്കൂളിലെ അധ്യാപകർക്ക് സാധിക്കുക. ഒരുപക്ഷെ മറ്റു പല സ്കൂളുകളിലെയും അനുഭവങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഏതെങ്കിലും രീതിയിൽ തട്ടിക്കൂട്ടി ഏതെങ്കിലും ഒരു ഇനത്തിന് കുട്ടിയെ ജില്ലാതലത്തിലേക്ക് എത്തിക്കുന്നതാണ് മിക്കവാറും നാം കണ്ടുവരുന്നത്. ഈ വർഷം 10 ഇനങ്ങളിലാണ് സബ് ജില്ലാ തലത്തിൽ വിജയിച്ച് ജില്ലാതലത്തിലേക്ക് ഈ സ്കൂളിൽ നിന്നും കുട്ടികളെ പങ്കെടുപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ അഹോരാത്രം പ്രവർത്തിക്കുന്ന, വളരെ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന, ഗണിതത്തെ സ്നേഹിക്കുന്ന, അത്തരത്തിൽ ചിന്തിക്കാൻ സമയം മാറ്റിവെക്കാൻ കഴിവുള്ള അധ്യാപകർ ഈ സ്കൂളിലുണ്ട് എന്നുള്ളത് തന്നെയാണ് വാസ്തവം. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രയത്നങ്ങളൊക്കെ 100% ഫലം കണ്ടിട്ടുണ്ട്. ഈ വർഷത്തെ ജില്ലാ ശാസ്ത്രമേളയുടെ റിസൾട്ട് വന്നപ്പോൾ 2ാം സ്ഥാനം നേടിയ സ്കൂളിനേക്കാൾ 20ഓളം പോയിന്റുകൾ മുന്നിലായിക്കൊണ്ടാണ് BCGHS ജില്ലയിൽ 1ാം സ്ഥാനം നേടിയത്. വളരെ വളരെ സന്തോഷം തോന്നുന്നു. അതിന് കുട്ടികളെ പ്രാപ്തരാക്കിയ ഗണിത അധ്യാപകർക്കും പ്രത്യേകിച്ച് പ്രിൻസി ടീച്ചർക്കുമുള്ള അഭിനന്ദനം ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സംസ്ഥാന ശാസ്ത്രമേളയിലും നമ്മുടെ കുട്ടികൾ ഒട്ടും മോശമായില്ല. പസിലിൽ പങ്കെടുത്ത അബിയ ഫ്രാൻസിസ് ഇവിടെ നേരത്തെ റിപ്പോർട്ട് വായിച്ചപ്പോഴും അവാർഡ് നൽകിയപ്പോഴൊക്കെ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ വർഷവും 1ാം സ്ഥാനം നേടിയിരുന്നു. പസിലിലെ എറണാകുളത്ത് വെച്ച് നടന്ന സംസ്ഥാന ശാസ്ത്രമേളയിൽ 1ാം സ്ഥാനം നേടിയ അബിയ ഈ വർഷവും 1ാം സ്ഥാനം പസിലിൽ നേടുകയുണ്ടായി. ഏഞ്ചലിൻ പ്രിൻസിന് അതുപോലെ ജോമെട്രിക്കൽ ചാർട്ടിൽ 2ാം സ്ഥാനം നേടി. അങ്കിതയും ഗിഫ്റ്റിയും എല്ലാം മോശമല്ലാത്ത പ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് സംസ്ഥാന ശാസ്ത്രമേളയിൽ നമ്മുടെ ജില്ലയുടെ മികവ് ഉയർത്തിയിട്ടുണ്ട്, ജില്ലയുടെ സ്ഥാനം ഉയർത്തിയിട്ടുണ്ട്. എനിക്ക് പറയാൻ പറ്റും, സംസ്ഥാന തലത്തിൽ ഈ പ്രാവശ്യം 14 ജില്ലകളുമായി മാറ്റുരച്ചുകൊണ്ട് തൃശ്ശൂർ റവന്യൂ ജില്ല 3ാം സ്ഥാനത്ത്, 2ാം സ്ഥാനം നേടിയ പാലക്കാട് ജില്ലയേക്കാൾ 1 പോയിന്റിന്റെ വ്യത്യാസമാണ് നമുക്കുണ്ടായിരുന്നത്. അത്തരത്തിൽ നമുക്ക് 3ാം സ്ഥാനത്തേക്ക് സംസ്ഥാനത്ത് എത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായ പങ്കുവഹിച്ച ഒരു വിദ്യാലയം ഈ BCGHS ആണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ മേളകളിൽ പങ്കെടുത്ത് മത്സരിച്ച് വിജയിച്ച എല്ലാവർക്കും, അതുപോലെ ഈ മത്സരത്തിൽ കുട്ടികളെ പ്രാപ്തരാക്കിയ അധ്യാപകർക്കും പ്രത്യേക പ്രിൻസി ടീച്ചർക്കുമുള്ള അഭിനന്ദനങ്ങൾ ഈ സമയത്ത് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഞാനിവിടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ മറ്റൊരു കാരണം നമ്മുടെ ഗണിതപ്രഭ അവാർഡുമാണ്.
റിട്ടയർ ചെയ്തതിനു ശേഷവും ഗണിതത്തെ ഒരുപാട് സ്നേഹിക്കുന്ന, ഗണിതത്തെ നെഞ്ചിലേറ്റിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പോൾ മാഷും റോസ്ലിൻ ടീച്ചറും നമ്മുടെ മധ്യത്തിലുണ്ട്. വളരെ സന്തോഷം തോന്നുന്നു ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ സാധിക്കുന്നതിൽ, ഇങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കുന്നതിൽ, ഗണിതത്തിന് വേണ്ടി ഇത്രയധികം സമയം മാറ്റിവെക്കാൻ സാധിക്കുന്നതിൽ, ഗണിതത്തിന് വേണ്ടി ജീവിക്കുന്നതിൽ എനിക്ക് വളരെ അഭിമാനം തോന്നുന്നു. വളരെ നല്ലൊരു മാതൃകയാണ് പോൾ മാഷ് എന്ന് കൂടി ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുന്നു. വരുന്ന ഈ SLC പരീക്ഷയിലും ഉയർന്ന വിജയങ്ങൾ ആവർത്തിക്കാൻ സർവേശ്വരൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി.